$25 മില്യൺ തലയ്ക്ക് വിലയുള്ള ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ. 70 വയസ്സ് കഴിഞ്ഞിട്ടും പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒളിവിൽ കഴിയുന്ന ദാവൂദ് ഇബ്രാഹിം ഇന്ന് പല്ലുപോയ സിംഹത്തെ പോലെയാണ്. അന്ന് അയാൾ കെട്ടിപ്പടുത്ത ഡി കമ്പനി ഇന്ന് പരസ്പരം തല്ലി തകർന്നിരിക്കുന്നു. പക്ഷേ കറാച്ചിയിലെ ആഡംബര ബംഗ്ലാവിൽ പാക് സൈന്യത്തിന്റെ തോക്കിന് കീഴിൽ ഉറങ്ങുമ്പോഴും ദാവൂദ് ഒരു പേടി സ്വപ്നം കാണാറുണ്ട്. തന്റെ കഥ കഴിക്കാൻ ഒരു പിസ്റ്റളുമായി ഒരാൾ തന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നു. ദാവൂദിനെ വിറപ്പിക്കുന്ന പേര് അതാണ് രാജേന്ദ്ര സദാശിവ് നിഗൽജെ എന്ന ഛോട്ടാ രാജൻ. ഡൽഹി തിഹാർ ജയിലിലെ 4 ചുവരുകൾക്കുള്ളിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുമ്പോഴും വ്യാജ പാസ്പോർട്ട് കേസിൽ CBIയുടെ പുതിയ 7 വർഷത്തെ തടവ് ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴും ഇന്നും ദാവൂദിന്റെ പേടി സ്വപ്നമാണ് ആ അധോലോക നായകൻ. മുംബൈയിലെ ചേരികളിൽ നിന്ന് അധോലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയ കഥയാണ് രാജന്റെ. 1959 മുംബൈയിലെ ചെമ്പൂരിൽ ജനിച്ച രാജന്റെ കുടുംബം അവന്റെ ചെറുപ്പകാലത്ത് വലിയ ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്. 5ാം ക്ലാസ് വരെ മാത്രം പഠനം. കുടുംബം പുലർത്താൻ തെരുവിലിറങ്ങിയ രാജന്റെ തുടക്കം സിനിമാ തിയേറ്ററിന് മുന്നിൽ ബ്ലാക്കിൽ ടിക്കറ്റ് വിട്ടുകൊണ്ടായിരുന്നു. പോലീസിന്റെ തല്ലുവാങ്ങി നടന്ന ആ ചെറുപ്പക്കാരന്റെ കണ്ണു തള്ളുന്ന ധൈര്യം കണ്ടാണ് അന്നത്തെ ഡോണായ ബെഡാരാജൻ അവനെ തന്റെ സംഘത്തിലേക്ക് കൂടെ കൂട്ടുന്നത്. ബെഡാരാജന്റെ വലം കൈയായി മാറി അധികം വൈകാതെ തന്നെ അയാൾ മുംബൈയുടെ ഭയമായി മാറി. എന്നാൽ ശത്രുക്കളുടെ ചതിയിൽ ബെഡാരാജൻ കൊല്ലപ്പെട്ടു. ഗുരുവിനെ കൊന്നവരെ വെറുതെ വിടാൻ ഛോട്ടാ രാജൻ തയ്യാറായിരുന്നില്ല. സിനിമയെ വെല്ലുന്ന ആ പ്രതികാരം അങ്ങനെയാണ് അരങ്ങേറുന്നത്. തന്റെ ഗുരുവിനെ വെടിവെച്ചു കൊന്ന ചന്ദ്രശേഖർ സഫലികയെ പോലീസിന് രഹസ്യമായി ഒറ്റിക്കൊടുത്തുകൊണ്ട് എൻകൗണ്ടർ ചെയ്യിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഛോട്ടാ രാജൻ. കൊട്ടേഷൻ നൽകിയ അബ്ദുൾ കുഞ്ഞാകട്ടെ ക്രിക്കറ്റ് മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഛോട്ടാ രാജന്റെ ഷൂട്ടർമാരുടെ വെടിയേറ്റ് വീണു. ചുരുങ്ങിയ കാലം കൊണ്ട് പകരം വീട്ടി മുംബൈയെ അമ്പരപ്പിച്ച ആ കില്ലാടിത്തമാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ ശ്രദ്ധ രാജനിലേക്ക് തിരിക്കാൻ കാരണം. അങ്ങനെയാണ് കുപ്രസിദ്ധമായ ഡി കമ്പനിയുടെ പിറവി. 93 മുംബൈ ബോംബ് സ്ഫോടനത്തോടെ ദാവൂദും രാജനും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകർന്നു. ദാവൂദ് രാജ്യദ്രോഹിയാണെന്നും താൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ദേശാഭിമാനിയായ ഡോണാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് രാജൻ അന്ന് സ്വന്തമായ ഒരു ഗ്യാങ് രൂപീകരിക്കുകയുണ്ടായി. പിന്നീട് മുംബൈ തെരുവുകളും വിദേശ രാജ്യങ്ങളും സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അധോലോക കുടിപ്പകയ്ക്കാണ്. ദാവൂദിന്റെ ആളുകളെയും സ്ഫോടന കേസ് പ്രതികളെയും രാജൻ തെരഞ്ഞു പിടിച്ച് വകവരുത്തി. 2000 സെപ്റ്റംബറിൽ തായ്ലാന്റിലെ ബാങ്കോക്കിൽ തന്റെ സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ വിശ്രമിക്കുകയായിരുന്നു ഛോട്ടാ രാജൻ. അവിടേക്ക് പെട്ടെന്നാണ് ദാവൂദിന്റെ ഷൂട്ടർമാർ ഇരച്ചെത്തിയത്. തുരുതുര ഉണ്ടകൾ തുളച്ചു കയറിയ ആ ആക്രമണത്തിൽ രാജന്റെ കൂട്ടുകാരൻ കൊല്ലപ്പെട്ടു. രാജന്റെ വയറിനും കാലിനും ഗുരുതരമായി വെടിയേറ്റു. ഛോട്ടാ രാജൻ തീർന്നു എന്ന് ലോകം വിധിയെഴുതിയ ആ നിമിഷം. മരണത്തിന്റെ വക്കിൽ കിടന്നിട്ടും ജീവന് വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ 1ാം നിലയിലെ അപ്പാർട്ട്മെന്റിന്റെ ജനൽ കർട്ടനുകൾ കൂട്ടിക്കെട്ടി ആ ജനലിലൂടെ താഴേക്ക് തൂങ്ങിക്കിടന്നാണ് രാജൻ അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. താഴെ വീണ് എല്ലുകൾക്ക് പരിക്കേറ്റിട്ടും പ്രൈവറ്റ് ഹെലികോപ്റ്ററിൽ രഹസ്യമായി കംബോഡിയയിലേക്ക് കടന്ന ആ എസ്കേപ്പ് അത് അധോലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസികതകളിലൊന്നാണ്. പിന്നീട് മോഹൻകുമാർ എന്ന വ്യാജ പേരിലായിരുന്നു ഒളിവ് ജീവിതം. ദാവൂദിന്റെ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തുകൊണ്ട് ഡി കമ്പനിയെ തകർക്കുന്നതിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ സഹായിച്ചതും ഇയാളാണ്. എന്നാൽ തന്റെ ഈഗോയെ ചോദ്യം ചെയ്ത പ്രമുഖ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ ജ്യോതിർമയി ഡേയെ 2011 മുംബൈയിൽ വെച്ച് വെടിവെച്ചു കൊന്ന കേസാണ് രാജന് വിനയായത്. 2015 ബാലിയിൽ വെച്ച് പിടിയിലായ രാജൻ ഡൽഹി തിഹാർ ജയിലിലായി. ആ കേസിൽ ജീവപര്യന്തം തടവും ഇപ്പോൾ വ്യാജ പാസ്പോർട്ട് കേസിൽ 7 വർഷത്തെ തടവും കിട്ടി ജയിലിൽ കിടക്കുമ്പോഴും അയാൾ പുറം ലോകത്തെ തന്റെ സാമ്രാജ്യത്തെ നിയന്ത്രിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഡൽഹി തിഹാർ ജയിലിലാണ് ഛോട്ടാ രാജൻ. എങ്കിലും ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് അയാൾ തന്റെ വിശ്വസ്തരിലൂടെ ദാവൂദിനെ തിരയുകയുമാണ്. ദാവൂദിന്റെ പുക കാണാതെ ഞാൻ അടങ്ങില്ല എന്ന് ജയിലിൽ നിന്ന് കണ്ടവരോട് പറഞ്ഞിട്ടുള്ള ഛോട്ടാ രാജൻ ഇന്നും പാകിസ്ഥാനിലെ കറാച്ചിയിലിരിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ പേടി സ്വപ്നം തന്നെയാണ്.